പേര് വിനോദ്. ഹീസ് എൻ IT പ്രൊഫഷണൽ. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴല്ല. ഷറഫ് ഡോക്ടർ എന്ത് പറഞ്ഞു? ഡ്രഗ്സ് ഒരുപാട് കഴിച്ച കാരണം സ്കീസോഫ്രീനിയ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്കീസോഫ്രീനിയ ഒരു കോംപ്ലിക്കേറ്റഡ് ബ്രെയിൻ ഡിസോർഡറാണ്, ഒരുതരം മാനസിക രോഗം. യാഥാർത്ഥ്യമായി ബന്ധം വിട്ടു പോകുന്നതും ഹലൂസിനേഷനുമാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ്. മനസ്സിലായില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇല്ലാത്ത ആളുകളെ നിനക്കുള്ളതായി തോന്നും. സത്യത്തിൽ അവർ നിൻ്റെ സങ്കല്പത്തിലെ കഥാപാത്രങ്ങൾ മാത്രമായിരിക്കും. ബ്രെയിനിലെ ന്യൂറോൺ രാസഘടനയിലെ വ്യതിയാനമാണ് രോഗകാരണം. നീ പേടിക്കണ്ട, ഈ മെഡിസിൻസ് ബ്രെയിനിലെ രാസഘടനയെ ക്രമീകരിക്കും. ഇത് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. നീ കിടന്നോ, ഞാൻ കഴിക്കാൻ വല്ലതും എടുത്തിട്ട് വരാം. കിടക്കാനൊന്നും മൂടില്ല. ഇപ്പം എൻ്റെ ലവർ വരാമെന്ന് പറഞ്ഞു. ലവറോ? അതാരാ? ഞാനറിയാത്ത ഒരു ലവർ. മേരി. ആഹാ, നിങ്ങളിപ്പോൾ ലവേഴ്സായി? എങ്ങനെ ലവേഴ്സായി? അതും ഈ ക്ലോസ് ഫ്രണ്ടായ ഞാൻ പോലും അറിയാതെ? ജൂൺ 3 ഞാൻ പഠിച്ച കോളേജിലെ ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. മാനേജ്മെൻറ്റ് അറിയാതെ ഞങ്ങൾ റാഗ് ചെയ്യുമായിരുന്നു. ഞാനും 1-2 റാഗിങ് ഒക്കെ ചെയ്തു. പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഒരു കുട്ടിയെ റാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻ മേരി ആയിരുന്നു അത്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും എനിക്ക് അവളോട് തോന്നി. ആദ്യം കണ്ടപ്പോൾ എനിക്ക് അവളോട് സഹതാപമാണ് തോന്നി. ഞാൻ ആ കൂട്ടത്തിൽ കയറിച്ചു. എന്നിട്ട് ഫ്രണ്ട്സിനോട്, എടാ വിട്ടേക്ക്, പാവം കുട്ടി, പോയിക്കോട്ടെ എന്ന്. അപ്പോൾ അവൾ എന്നെ നോക്കി ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. മതി, എനിക്ക് വിശക്കുന്നു. ബാക്കി കഥ കഴിച്ച ശേഷം കേൾക്കാം. ഞാൻ അന്ന് താമസിച്ചിരുന്നത് ബോയ്സ് ഹോസ്റ്റലിലായിരുന്നു. അതിന് ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ഗേൾസ് ഹോസ്റ്റലും. എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ഞങ്ങളുടെ റൂം നേർക്ക് നേരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദിവസവും കാണാറുണ്ടായിരുന്നു. കോളേജ് ഡേ ദിവസം എല്ലാവരും അടിപൊളി സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. അവൾ ക്ലാസിക്കൽ ഡാൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 12ാമത്തെ ഷോ ആയിരുന്നു അവളുടേത്. ഞാൻ അതിനായി കാത്തിരുന്നു. പക്ഷേ 12ാമത്തെ ഷോ അവളല്ല ചെയ്തത്, അതൊരു നാടകമായിരുന്നു. ഞാൻ അവളുടെ ഫ്രണ്ടിനോട് ചോദിച്ചു എന്താ കാരണമെന്ന്. അവൾ പറഞ്ഞു പാട്ടിൻ്റെ CD മിസ്സായി, സോ ഡാൻസ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു എന്ന്. ഞാൻ ഉടൻ തന്നെ ആ പാട്ട് കണ്ടെത്തി. എന്നിട്ട് ഹോസ്റ്റൽ റൂമിലേക്ക് ഓടി. കമ്പ്യൂട്ടർ ഓൺ ചെയ്തു, ആ പാട്ട് ഡൗൺലോഡ് ചെയ്തു, അത് പെൻഡ്രൈവിലാക്കി. എന്നിട്ട് അവളുടെ അരികിലേക്ക് ചെന്നു. അവൾ കോസ്റ്റ്യൂം റൂമിലിരുന്ന് കരയുകയായിരുന്നു. ഇതാ നിന്റെ പാട്ട് ഇതിലുണ്ട്, പോയി കളിക്ക്. അങ്ങനെ അവൾ മനോഹരമായി ഡാൻസ് കളിച്ചു. ഡാൻസ് കഴിഞ്ഞ് അവൾ എന്നെ കാണാൻ വന്നു. ഞാൻ കൈകെട്ടി നിന്നു. അവൾ കിതച്ചു നിൽക്കുന്നു. താങ്ക്സ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല.
ഇതൊക്കെ എന്ത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറയൂ. എനിക്ക് നിങ്ങൾക്ക് ഐ ലവ് യു. ഓ, എനിക്ക് ആലോചിച്ച് പറഞ്ഞാൽ മതി. എനിക്കും നിങ്ങളെ ഇഷ്ടമാണ്. അത് എങ്ങനെ പറയുമെന്ന് ഇരിക്കുമായിരുന്നു. ഓ ഞങ്ങൾ പിന്നെ ഒടുക്കത്തെ പ്രേമത്തിലായി. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും ജീവന തുല്യം ഇഷ്ടമായിരുന്നു. പിന്നീട് ഞാൻ കോളേജിൽ നിന്നും പാസ് ഔട്ടായി. ADH ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നല്ലൊരു ജോലി കിട്ടി. നെക്സ്റ്റ് കല്യാണമായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാൻ. മറ്റൊരു ദിവസം ഞങ്ങൾ പാർക്കിൽ മീറ്റ് ചെയ്തു. അവൾക്ക് 3 വയസ്സ് ഉള്ളപ്പോൾ തന്നെ അവളുടെ അമ്മ ആത്മഹത്യ ചെയ്തു. പിന്നെ അവൾക്ക് ആകെയുള്ളത് ബിസിനസ്മാനായ അച്ഛൻ മാത്രമായിരുന്നു. മൂപ്പര് കല്യാണത്തിന് സമ്മതിക്കില്ലേ എന്നായിരുന്നു എൻ്റെ പേടി. നീയും ഞാനും വേറെ മതമാണല്ലോ. അതുകൊണ്ട് നിന്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കുമോ? അച്ഛൻ സമ്മതിച്ചാലില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ വരും. കമ്പനിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി. എൻ്റെ സാലറി കൂടി, വർക്കും കൂടി, ഒപ്പം എൻ്റെ സ്ട്രെസ്സും കൂടി. സ്ട്രെസ് കാരണം എനിക്ക് രാത്രിയിൽ ഉറക്കമില്ലാതെ. ഉറക്കം കിട്ടാനായി ഞാൻ സൈക്കോട്രോപിക് ഡ്രഗ്സ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അതിന് അഡിക്റ്റായി. ഞാൻ പേടിച്ചപ്പോൾ തന്നെ അവളുടെ അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചില്ല. പക്ഷേ അവൾ എൻ്റെ കൂടെ വരാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് എൻ്റെ വീടൊക്കെ കാണണമെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവൾ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വീടൊക്കെ ചുറ്റിക്കാണിക്കുകയായിരുന്നു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, റൂം എവിടെയാണ്? ഇതാണ് എൻ്റെ റൂം. ഓ നൈസ് റൂം. ഞാൻ നിനക്ക് കുടിക്കാൻ വലിയത് എടുത്തിട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ താഴേക്ക് പോയി. അവൾ നീ എന്തിനാ അതൊക്കെ എടുക്കുന്നത്? ഇതെന്താ? സൈക്കോട്രോപിക് ഡ്രഗ്സ്. ഇത് പേഷ്യൻസിനെ ഉറക്കിക്കിടത്താൻ യൂസ് ചെയ്യുന്നതല്ലേ? ഇതെന്താ ഇവിടെ? എനിക്ക് സ്ട്രെസ് കാരണം ഉറക്കം വരുന്നില്ല. ഉറങ്ങാമെങ്കിൽ ഇത് വേണം. നീ ഇത് എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? പറയാൻ തോന്നിയില്ല. ഓ, പറയാൻ തോന്നിയില്ലല്ലേ? ശരി. ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവിടെ കിട്ടില്ലല്ലോ. നീ ഇത് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്? സുനിൽ എന്ന ലോക്കൽ ഏജൻറ്റിൽ നിന്ന്. ഓ, ഞാനിത് കൊണ്ടുപോവാണ്. ഡി അത് നീ മറിച്ചൊന്നും പറയണ്ട. നീ ഇന്ന് ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിത് തരില്ല. ഇത്രയും പറഞ്ഞ് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് 3 ദിവസം ഞാൻ അവളെ കണ്ടതേയില്ല. ഫോൺ വിളിച്ചിട്ട് എടുത്തതുമില്ല. ഓ, അടുത്ത ദിവസം പത്രങ്ങളിലും വാർത്തകളിലും ഒരു ന്യൂസ് പ്രചരിച്ചു. സൈക്കോട്രോപിക് ഡ്രഗ്സ് വിൽക്കുന്ന ലോക്കൽ ഏജൻറ്റിനെ പോലീസ് പിടികൂടി. തുടർന്ന് അയാൾ നൽകിയ മൊഴിയിൽ നിന്നും മറ്റേ ലോക്കൽ ഏജൻറ്റുകളെയും ഇതിൻ്റെ മെയിൻ ഏജൻറ്റിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സുനിലിനെ അവൾ പോലീസിൽ കാണിച്ചു കൊടുത്തു അല്ലേ? അതെ, ഞാൻ അപ്പോൾ തന്നെ അവളെ കാണാൻ വീട്ടിലേക്ക് ചെന്നു. അവളെ കണ്ടു. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഡി, എനിക്ക് വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത്? അതെ, നീ നശിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ശരി,
അച്ഛനോടെ അച്ഛൻ പോലീസ് കസ്റ്റഡി. ഇത് അയാൾ എന്ത് ചെയ്തു? അയാളാണ് ഈ ഡ്രഗ്സ് ബിസിനസിൻ്റെ മെയിൻ ഏജന്റ്. അയാൾക്ക് എവിടുന്നാ ഈ ഡ്രഗ്സ് ഒക്കെ കിട്ടുന്നത്? ഇല്ലീഗലായിട്ട് മൈസൂരുള്ള മെഡിക്കൽ ലൈൻസിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നതാ. കാരണം സൈക്കോട്രോപിക് ഡ്രഗ്സ് കേരളത്തിൽ ഇല്ലീഗലായിട്ട് ലഭിക്കില്ല. ഓ, എല്ലാം ശരി. ആൻമേരി നിനക്ക് വേണ്ടി അവളുടെ സ്വന്തം അച്ഛനെ തന്നെ പോലീസ് ഏൽപ്പിച്ചോ? അത് അവളുടെ അച്ഛനൊന്നും അല്ല അത്ര. പിന്നെ അവളുടെ അച്ഛൻ അവൾക്ക് 1 വയസ്സുള്ളപ്പോഴേ ആക്സിഡൻറ്റിൽ മരിച്ചു. അതിനുശേഷം അവളുടെ അമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ചു. അയാളെയാണ് അവൾ അച്ഛനെന്ന് വിളിച്ചിരുന്നത്. പിന്നെ അവളുടെ അമ്മ ആത്മഹത്യ ചെയ്തതല്ല. അയാളുടെ ഡ്രഗ്സ് ബിസിനസ് അറിഞ്ഞ് അവളുടെ അമ്മ അത് പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അയാൾ അവരെ കൊന്നു. ഈ സത്യങ്ങളെല്ലാം അവളുടെ ബന്ധു ഈയിടെയാണ് അവളെ അറിയിച്ചത്. ഹോ, കഴിഞ്ഞ കഥ? കഴിഞ്ഞു. ഇത് കഥയല്ല, എൻ്റെ ലൈഫാണ്. ശരി, എനിക്കൊരു സംശയം. എന്താ? നിനക്ക് സ്കീസോഫ്രീനിയ എന്നൊരു അസുഖമുണ്ടല്ലോ. ഒരുപക്ഷെ അവൾ നിന്റെ സങ്കല്പമായി കൂടെ? അല്ല, അവൾ എൻ്റെ സങ്കല്പമോ എൻ്റെ തോന്നലോ അല്ല, എൻ്റെ ജീവനാണ്. ഇപ്പൊ വരും, നീ അവളെ കണ്ടിട്ട് പോയാ മതി. ഇത് അവൾ തന്നെ, ആൻമേരി. പോയി വാതിൽ തുറക്ക്. ഇത് നിന്റെ ആൻമേരി ഒന്നുമല്ല. ഗോകുലോ? ഹലോ എടാ, ഞാനായത് ആൻമേരി. നീ ഇതാരോടെ സംസാരിച്ചോണ്ടിരുന്നേ? വിനോദിനോട്. നീ ആഹാരം കഴിച്ചോ? ഓ, കഴിച്ചല്ലോ. മെഡിസിൻസ് കഴിച്ചോ? ഇല്ല. ഓ, വെറുതെ അല്ല. അങ്ങനെ ആരും ഇല്ല. അതൊക്കെ നിന്റെ സങ്കല്പമാണ്. ഇന്നലെ ഡോക്ടർ എന്താ പറഞ്ഞത്? നിനക്ക് സ്കീസോഫ്രീനിയ ആണെന്നല്ലേ?